3 മാസങ്ങൾക്ക് മുൻപ് കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമുണ്ടാകുകയും അതിനെ തുടർന്ന് ബോധക്ഷയവും ഇടതുവശം തളരുകയും ചെയ്തു. തുടർന്ന് കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. ഉടൻ തന്നെ സംസ്ഥാന പ്രോട്ടോകോൾ പ്രകാരമുള്ള അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സ ആരംഭിച്ചതോടെ തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും മാറ്റമുണ്ടായി. എങ്കിലും കാഴ്ച മങ്ങുകയും തലച്ചോറിനകത്ത് സമ്മർദ്ദം കൂടുകയും പഴുപ്പ് കെട്ടുകയും ചെയ്തതിനെ തുടർന്ന് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. MRI സ്കാനിങ്ങിൽ തലച്ചോറിൽ പലയിടത്തായി പഴുപ്പ് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കം ചെയ്തു. ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടിവന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്ത പഴുപ്പ് പരിശോധിച്ചപ്പോൾ ആസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന ഫംഗസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി. തുടർന്ന് മരുന്നുകളിൽ മാറ്റം വരുത്തി വിദഗ്ധ ചികിത്സ തുടർന്നു. 1.5 മാസത്തോളം നീണ്ട ഈ തീവ്ര ചികിത്സയെ തുടർന്ന് രോഗം പൂർണ്ണമായും ഭേദമായി. രോഗം ഭേദമായതോടെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. 3 മാസത്തെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തെയുമായി ആകെ 86 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണുള്ളത്. അതിൽ 21 മരണങ്ങളാണ് ഉണ്ടായത്. ലോകത്ത് 99% മരണനിരക്കുള്ള രോഗത്തിന് കേരളത്തിലെ നിരക്ക് 24%. വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ സർവൈവൽ റേറ്റ് കുറവാണ്. കേരളത്തിൽ കേസുകൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാലാണ് മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. MRI സ്കാനിങ്ങിൽ തലച്ചോറിൽ പലയിടത്തായി പഴുപ്പ് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കം ചെയ്തു. ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടിവന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്ത പഴുപ്പ് പരിശോധിച്ചപ്പോൾ ആസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന ഫംഗസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി. തുടർന്ന് മരുന്നുകളിൽ മാറ്റം വരുത്തി വിദഗ്ധ ചികിത്സ തുടർന്നു. 1.5 മാസത്തോളം നീണ്ട ഈ തീവ്ര ചികിത്സയെ തുടർന്ന് രോഗം പൂർണ്ണമായും ഭേദമായി. രോഗം ഭേദമായതോടെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. 3 മാസത്തെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി. ശബരിമല യുവതീ പ്രവേശനം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും അതിൽ പ്രതികരിക്കാനില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ ആ വിഷയത്തിൽ ഒരു ചർച്ചയിലും നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന കേസുകൾ കോടതിയുടെ അനുമതിയോടെ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നും സർക്കാരിന് അതിൽ പിടിവാശിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമം ശബരിമല വികസനം ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയമായും വിഭാഗീയമായും അതിനെ കാണേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. സംഗമം നടക്കുന്നത് പമ്പയിലാണ്, ശബരിമലയിലല്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ, വിമാനത്താവള വികസനം തുടങ്ങിയവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തി നടക്കുന്ന സംഗമത്തിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതെന്ന് മന്ത്രി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ ഓണമാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു മടങ്ങിയ ഉദ്യോഗസ്ഥൻ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 16 ചിറയിൽ സതീഷ് ചന്ദ്രനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയം പോലീസ് സ്റ്റേഷനിലെ ഓണമാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു മടങ്ങിയ ഉദ്യോഗസ്ഥൻ വീട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 16 ചിറയിൽ സതീഷ് ചന്ദ്രനാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിന് 7 കോടി രൂപ നൽകിയെങ്കിലും 40% ലാഭമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദ് നൽകിയ പരാതിയിലാണ് സൗബിനും പിതാവ് ബാബു ഷാഹിർ, സഹനിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം മരട് പോലീസ് കേസെടുത്തത്. മുടക്കുമുതൽ പോലും മടക്കി നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൗബിൻ കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിന് 7 കോടി രൂപ നൽകിയെങ്കിലും 40% ലാഭമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദ് നൽകിയ പരാതിയിലാണ് സൗബിനും പിതാവ് ബാബു ഷാഹിർ, സഹനിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം മരട് പോലീസ് കേസെടുത്തത്. മുടക്കുമുതൽ പോലും മടക്കി നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൗബിൻ കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു.
പാലക്കാട് പി സരിനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗ രഞ്ജനിയോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ട് ഭാര്യ സൗമ്യ സരിൻ ഇങ്ങനെയൊരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നിയമപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നും അതിന് ചേച്ചിയുടെ കൂടെ ഉണ്ടാകുമെന്നാണ് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണം. അവർ അന്വേഷിക്കട്ടെ. ഞാൻ സെപ്റ്റംബർ 6 ഷാർജയിലേക്ക് തിരിച്ചു പോകും. 2 ദിവസം കൂടി നാട്ടിലുണ്ട്. പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം തന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. ഷാർജയിലേക്ക് പോയാലും അവിടെ ഇരുന്നും തന്നെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സൗമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്രകാലം മിണ്ടാതിരുന്നത് മോശമായി പോയെന്ന് പറഞ്ഞാണ് സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കുറഞ്ഞത് സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് ഇത് തുറന്നു പറയാമായിരുന്നു. ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും സരിന്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്നു കാണിക്കാമായിരുന്നു എന്ന് പരിഹാസരൂപേണയുള്ള പോസ്റ്റിൽ സൗമ്യ പറയുന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിച്ചു. ശേഷം 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു. നൂറുകണക്കിന് ഭക്തരാണ് ഭസ്മാഭിഷിക്തനായ ഭഗവാനെ തൊഴാൻ കാത്തുനിന്നത്. ഉത്രാടം ദിനമായ നാളെ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, ത്രിവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്ക് ഓണസദ്യ ഉണ്ടാകും. മേൽശാന്തിയുടെ വകയാണ് ഉത്രാട സദ്യ. ത്രിവോണ നാളിൽ ദേവസ്വം ജീവനക്കാരാണ് സദ്യ നടത്തുന്നത്. അവിട്ടം നാളിൽ സന്നിധാനത്ത് ഡ്യൂട്ടി നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയാണ് സദ്യ. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ചതയ ദിനത്തിൽ ശബരിമല നട അടയ്ക്കും. അന്ന് രാത്രി 9:50 മുതൽ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ രാത്രി 8:50 ഹരിവരാസനം പാടി 9 മണിക്കാകും നട അടയ്ക്കുന്നത്. താന്ത്രിക നിർദ്ദേശപ്രകാരമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണവാരാഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തമിഴ് നടൻ രവി മോഹൻ. ജയം രവി. ഒരാൾ 2 തവണ മുഖ്യമന്ത്രിയാകണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നല്ല വ്യക്തി കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നല്ല ആരോഗ്യത്തോടെ മുന്നോട്ടു പോകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജയം രവി. രവിമോഹന്റെ സിനിമകളെ ഹൃദയത്തോട് ചേർത്തുവെച്ചവരാണ് മലയാളികൾ എന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും അംഗീകരിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഇടമാണ് ബേസിൽ പറഞ്ഞു. ഏതൊരു ആപത്ഘട്ടത്തിലും ഒരുമയോടെ പ്രവർത്തിക്കുന്ന മലയാളിയുടെ ഒത്തുചേരലിന്റെ ആഘോഷമായ ഓണം സിനിമയിലെ ഇടവേള പോലെയാണെന്ന് ബേസിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യാതിഥികൾക്കും ജയം രവിക്കും ബേസിൽ ജോസഫും മന്ത്രി PA മുഹമ്മദ് റിയാസും ഓണക്കോടി സമ്മാനിച്ചു. ചടങ്ങിൽ മന്ത്രി GR അനിൽ, AA റഹീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തതിലും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സന്ധ്യയുടെ വിശദീകരണം. ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ നീണ്ട മൗനത്തിനൊടുവിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിലായിരുന്നു 10 ദിവസത്തിന് ശേഷം രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 5% നികുതി. നിത്യോപയോഗ സാധനങ്ങൾ 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾ, ഗ്ലൂക്കോമീറ്റർ, കണ്ണാടി, സോളാർ പാനലുകൾ എന്നിവ ഈ സ്ലാബിൽ വരും. 18% നികുതി. TV, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ്, ഓട്ടോ പാർട്സ്, 3 ചക്ര വാഹനങ്ങൾ, രാസവളം, കീടനാശിനികൾ എന്നിവയ്ക്ക് 18% നികുതിയായിരിക്കും. 350 cc താഴെയുള്ള ചെറിയ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതി 28 നിന്ന് 18% കുറയും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ലഭിക്കാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു കടുത്ത അതൃപ്തിയുണ്ടെന്ന് US സ്ട്രാറ്റജിക് അഫയേഴ്സ് വിദഗ്ധൻ ആഷ്ലി ജെ ടെല്ലിസ് പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു ആഷിയുടെ പ്രതികരണം. താൻ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നൽ ട്രംപിനുണ്ട്. US-ന്റെ താക്കീത് പരിഗണിക്കാതെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിനുള്ള ക്രെഡിറ്റ് ലഭിക്കാത്തതും ട്രംപിനു താൻ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നലുണ്ടാക്കാൻ ഇടയാക്കിയതായും ആഷി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താൻ പരിഹരിച്ചെന്നും അതിനുള്ള അംഗീകാരം തനിക്ക് ലഭിക്കാത്തതിൽ താൻ വഞ്ചിക്കപ്പെട്ടെന്ന് ട്രംപ് കരുതുന്നുണ്ടെന്നുമാണ് ഞാൻ കരുതുന്നത്. സംഭവത്തിൽ US-ന് ക്രെഡിറ്റ് നൽകാതെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതായും ഞാൻ സംശയിക്കുന്നു, ആഷ്ലി ജെ ടെല്ലിസ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ജർമ്മനി. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ വഡഫുളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയ്ക്കും ജർമ്മനിക്കുമിടയിലെ വ്യാപാരം ഇരട്ടിയാക്കും. ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും S ജയശങ്കർ പറഞ്ഞു. സഹകരണത്തിലൂടെ വിഷയങ്ങൾ പരിഹരിക്കണം. ലോകം സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നേരിടുകയാണ്. ഇന്ത്യയിലെ 1000 സ്കൂളുകളിൽ ജർമ്മൻ പഠിക്കാൻ സൗകര്യമൊരുക്കും. ലോകത്തെ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് കൂരാൻചുണ്ട് ടൂറിസം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉപയോഗിച്ച വെടിയുണ്ട കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 9-ന് ടൂറിസ്റ്റ് കേന്ദ്ര ജീവനക്കാരാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഗേറ്റിന് സമീപത്ത് വെടിയുണ്ട കണ്ടത്. കൂരാൻചുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
പോലീസ് കസ്റ്റഡിയിലെടുത്ത വെടിയുണ്ട വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖല കൂടിയായതിനാൽ സംഭവത്തെ പോലീസ് ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. പ്രസവിക്കാൻ നല്ല ആശുപത്രിയില്ലാത്തതിനാൽ നാട്ടിലെ സ്ത്രീകൾ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞ വനിതാ മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് MLA. കർണാടകയിലെ മുതിർന്ന നേതാവും ഉത്തര കന്നഡയിലെ ഹലിയാൽ MLAയുമായ RV ദേശ്പാണ്ഡെയാണ് വാർത്താസമ്മേളനത്തിനിടെ അധിക്ഷേപ പരാമർശം നടത്തിയത്. ജോയ്ഡയിൽ അടിയന്തരമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വേണം, അതില്ലാത്തതിനാൽ ഗർഭിണികൾ കഷ്ടപ്പെടുകയാണെന്നായിരുന്നു മാധ്യമപ്രവർത്തക MLAയോട് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള സംവിധാനം വേറെ ഏർപ്പെടുത്തി തരാമെന്നാണ് അശ്ലീല ചിരിയോടെ MLAയുടെ മറുപടി. ദേശ്പാണ്ഡെയുടെ മോശം പരാമർശത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. സ്റ്റേഷനിന്റെ മുകളിൽ CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നുവെന്ന് സുജിത് പറയുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതോടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു. മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാറ് സംഭവിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ തുടർന്നു. ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചു. തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു. തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞുവെച്ചു. തുടർന്ന് സുജിത്ത് വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നൽകിയില്ല. സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തുടർന്നും പോലീസ് അലംഭാവം പുലർത്തിയതോടെ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി വാദങ്ങൾ കേട്ട ശേഷം CCTV ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകി. നിലവിൽ കോടതി സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടക്കുകയാണ്. ഇതിനിടെയാണ് CCTV ദൃശ്യം പുറത്താകുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്രിക് MLA. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് രാഹുൽ ആരോപിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കുട്രിക്കിന്റെ പ്രതികരണം. 10 ദിവസത്തിനു ശേഷമാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഇപ്പോഴും തുടരുന്നത്. രാഹുൽ മാങ്കുട്രിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം: പ്രസ്ഥാനത്തിനും ഈ നാട്ടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായത്. അതിലേറ്റവും ക്രൂരമായ അനുഭവമാണ് സുജിത്ത് നേരിടേണ്ടി വന്നത്. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത്.